ഹരിയേട്ടാ, എന്താ മേ എന്താ പറ്റി? സംഗതി സക്സസ്. എന്ത് സക്സസ്? ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ വന്നതെന്ന് ഹരിയേട്ടന് അറിയോ? നീ പറയേ, അല്ലാതെ ഞാനങ്ങനെ അറിയുന്ന. കലർത്തി ഹരിയേട്ടൻ തന്ന വിഷം സിദ്ധുവിന്റെ മരുന്നിൽ ഞാൻ കലക്കി. സത്യമാണോ? സത്യമാണോ നീ പറയുന്നേ? സത്യ ഹരിയേട്ടാ, വിജയകരമായ ആ വിഷം ഞാൻ ആ സിദ്ധുവിന്റെ മരുന്നിൽ കലർത്തി. പറ 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 കേക്കട്ടെ. നീ എങ്ങനെയാ അത് സാധിച്ചെടുത്തേ? അത് ഹരിയേട്ടാ, അങ്ങനെയാ ഞാനത് സാധിച്ചത്. നീ ആളും പിടിക്കാണല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ബുദ്ധിരാക്ഷസന്റെ ഒപ്പമല്ലേ താമസം. അപ്പൊ ആ ബുദ്ധിയിൽ നിന്നും കൂടെ കഴിയുന്നവർക്കും കുറച്ച് പകരില്ലേ? നീ ശരിക്കും എന്റെ നല്ല ഭാര്യ തന്നെയാണ് മായേ. ഇനി ദേവിക എപ്പോ സിദ്ധുവിനാ മരുന്ന് കൊടുക്കും, സിദ്ധു അപ്പം മരിക്കും. അത്രയും മാത്രം അറിഞ്ഞാ മതി. കോഫി. അമ്മ ഇപ്പോ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും. അമ്മയുടെ ദേഷ്യമല്ലേ, അത് കുറച്ച് സമയം കാണും. അത് കഴിയുമ്പോൾ അത് താനേ മാറിക്കോളും. താനിരിക്കെ. സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചേ. അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അമ്മ അവനെ സ്നേഹിക്കുന്നുണ്ടാവും. ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ അന്ധത ബാധിക്കാൻ പാടുണ്ടോ? ദേവികയെ അമ്മ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദേവിക്ക് പകരം പഴയ കെയർടേക്കറെ തന്നെ വച്ചാൽ അതെത്രമാത്രം ശരിയാവും? ലോകത്താര് സിദ്ധുവിനെ പരിചരിക്കാൻ വന്നാലും അവരൊന്നും ദേവികയ്ക്ക് പകരമാവില്ല. പകരമാവെന്ന് ജാനകിക്ക് തോന്നുന്നു. ഏയ്, ദേവികയ്ക്ക് പകരം വയ്ക്കാൻ ആരാ ഉള്ളത്? സിദ്ധുവിനെ പരിചരിക്കുന്നതിൽ ഇപ്പോ ഞാൻ പോലും ദേവികയ്ക്കൊപ്പം എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്താ തെറ്റ്? സിദ്ധുവിനെ പരിചരിക്കുന്ന ചുമതലയിൽ നിന്നും ദേവികയെ മാറ്റാൻ പറ്റില്ല. അമ്മയ്ക്കിനി എന്തൊക്കെ വിഷമം തോന്നിയാലും എന്റെ തീരുമാനം അത് തന്നെയാണ്. താനെന്താ ആലോചിച്ചു കൂട്ടുന്നേ? ഏയ്, ഒന്നുമില്ല മഹേട്ടാ. വെറുതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട, എന്തോ ഉണ്ട്. എന്താന്ന് പറ. അത് മഹേട്ടാ, അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കാണുമ്പോ എനിക്ക് പേടി തോന്നുക. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? സിദ്ധു മഹേട്ടന്റെ രക്തത്തിൽ പിറന്ന മോനാണെന്ന് കരുതിയ അമ്മ അവനെ അതിരില്ലാതെ സ്നേഹിക്കുന്നു. അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും നിഷ്കർഷയൊക്കെ പാലിക്കുന്നു. പക്ഷെ സിദ്ധു സിദ്ധു മഹേട്ടന്റെ മോനല്ലെന്ന് അമ്മ അറിഞ്ഞ. സിദ്ധു എന്റെ മോനല്ലെന്ന് ആരാ പറഞ്ഞത്? അവൻ എന്റെ മോൻ തന്നെയാ. മഹേട്ടൻ അവനെ സ്വന്തം മോനായിട്ട് തന്നെ അംഗീകരിച്ചേക്കുന്നെ. പക്ഷേ സത്യം. എന്ത് സത്യം? അതാരറിയാൻ പോകുന്നു? എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞ അമ്മ പിന്നെ എങ്ങനെയാവും സിദ്ധുവിനെ കാണുക? സിദ്ധു മറ്റൊരാളിൽ എനിക്ക് പിറന്ന മകനാണെന്ന് അമ്മ മനസ്സിലാക്കിയ ഇപ്പൊ അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം അതന്നും ഉണ്ടാവോ? എനിക്ക് ഭയമുണ്ട് മഹേട്ട. സിദ്ധുവിന്റെ ജനനത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം കുറയുമെന്ന്
എനിക്ക് നല്ല ഭയമുണ്ട്. അമ്മ അവനെ വെറുക്കോ? ഇപ്പൊ അവനെ സ്നേഹിക്കുന്നതിന്റെ 10 മടങ്ങായി അമ്മ അവനെ അവഗണിച്ചാലോ? അങ്ങനെ സംഭവിച്ച ഞാൻ തകർന്നു പോകും മഹേട്ട. ജാനകി, ജാനകി വെറുതെ കാട് കയറി ഓരോന്നും ചിന്തിക്കല്ലേ. താനെ ആലോചിച്ച് കൂട്ടുന്ന പോലെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ താൻ സങ്കല്പിച്ചതുപോലെ തന്നെ സംഭവിച്ചാലും പേടിക്കണ്ട. എൻ്റെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അമ്മ അത്ര ഇടുങ്ങിയ ചിന്താധികാരിയോ മനസ്സാക്ഷി ഇല്ലാത്തയാളോ അല്ല. ജാനകി കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. ല്ലാതെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ? അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ ഇനിയുള്ള ദൂരവും നമ്മൾ ഒരുമിച്ച് തള്ളി നീക്കും. താൻ സമാധാനമായിട്ടിരിക്കണം. മഹേട്ട, കുട്ടാ, നമുക്ക് മരുന്ന് കഴിച്ചാലോ? എനിക്കിപ്പം മരുന്നൊന്നും വേണ്ട മാലാകെ. അതെന്താ മരുന്ന് വേണ്ടാത്ത? എന്നേക്കാൾ അസുഖം ഇപ്പൊ മാലാകയ്ക്കാ. അതുകൊണ്ട് മാലാക എന്റെ മരുന്ന് കഴിച്ചാൽ മതി. എനിക്കതിനൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ട്. ആര് പറഞ്ഞു? മാലാകയ്ക്ക് അസുഖമൊക്കെ ഉണ്ട്. മാലാക മരുന്ന് എന്തായാലും കഴിക്കണം. എവിടെ തന്നെ? അയ്യോ, ഇത് കുട്ടന്റെ മരുന്നാ. എനിക്ക് ഈ മരുന്നിന്റെ ആവശ്യമില്ല. ഇല്ല, അത് പറ്റില്ല. മാലാക എന്തായാലും മരുന്ന് കഴിക്കണം. മാലാകയ്ക്ക് ഞാൻ മരുന്ന്. വാശി പിടിക്കല്ലേ. മാലാക എന്റെ മരുന്ന് കഴിച്ചാൽ മതി. എന്താ കുട്ട ഇത്? മരുന്ന് കുടിക്കാനുള്ളതാ. എന്താ ഇത്? കുട്ടാ, പറയുന്ന കേക്ക്. എന്താ കുട്ടാ, എന്തായി കാണിച്ചേ? ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ലായല്ലോ. ശ്രദ്ധിക്കാതെ ആരെങ്കിലും ഇവിടെ ചവിട്ടിയാല് അവരുടെ കാലിൽ ചെല്ല് തറച്ചു കയറില്ലേ? അയ്യോ, കുട്ടനെന്താ പേടിച്ചോയോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. വാ, അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. ഞാനിതൊന്ന് വൃത്തിയാക്കട്ടെ. ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാലും മുറിയും. ഇങ്ങോട്ട് വരരുതേ. ചേച്ചി, എന്ത് പറ്റി? ഒന്നുമില്ല. കുട്ടന്റെ കയ്യിൽ നിന്ന് മരുന്ന് കുപ്പി താഴെ വീണ് പൊട്ടി. അയ്യോ, ഇവിടെ ആകെ കുപ്പിച്ചില്ലാണല്ലോ. ഞാനിതൊക്കെ എടുത്തു മാറ്റാം. നീ ഇതിൽ ചവിട്ടാതെ സൂക്ഷിക്കണേ. വേണ്ട ചേച്ചി, ഞാൻ ക്ലീൻ ചെയ്യാം. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ഞാൻ ക്ലീൻ ചെയ്തോളാം. സൂക്ഷിച്ചു ചേച്ചി, സൂക്ഷിച്ചു. അയ്യോ ചേച്ചി, അയ്യോ, ചേച്ചി മാലാഖേ. കുപ്പിച്ചിലുണ്ടോ? ചേച്ചി, അയ്യോ. മാലാകെ, ചേച്ചി, കാല് മുറിഞ്ഞു. അയ്യോ, കാല് മുറിഞ്ഞു. ചേച്ചി, ചോര വരുന്നുണ്ടല്ലോ. ചേച്ചി അവിടെ ഇരിക്ക്. പതുക്കെ. പതുക്കെ. ചേച്ചി, ഞാൻ പറയുന്ന കേൾക്ക്. നമുക്ക് ആശുപത്രി പോവാം. അതൊന്നും വേണ്ട. മാലാകെ, നോക്കട്ടെ. അയ്യോ, ഒത്തിരി മുറിഞ്ഞോ? സാരല്ല കുട്ട, ഇവിടെ ഇരിക്കേ. കാലില് കുപ്പിച്ചിലോട്, ഇങ്ങോട്ട് വരണ്ട. ചേച്ചി, ചേച്ചി വാ, നമുക്ക് ആശുപത്രി പോവാം. എന്തിന്? ഇതൊരു ചെറിയ മുറിവല്ലേ? ചേച്ചി, ചെറിയ മുറിവാണെങ്കിലും കുപ്പിച്ചില് തറച്ചുണ്ടായ മുറിവാ. അതിന്റെ തരികൾ അകത്തുണ്ടാവും. ചേച്ചി, ചേച്ചി വാ.
ചേച്ചി അയ്യോ ചേച്ചി മാലാഖേ, മാലാഖേ, എന്റെ ഈശ്വരാ. ചേച്ചി എണീക്ക്. ചേച്ചി ചേച്ചി മാലാഖേ, എണീക്ക്. ചേച്ചി ചേച്ചി എന്താ പറ്റി? മാലാഖേ, ചേച്ചി എണീക്ക് മാലാഖേ. ചേച്ചി കണ്ണു എന്ത് തുറക്ക്. പറ്റിയേ? ചേച്ചി കുപ്പിച്ചിലുകൊണ്ട് മുറിവുണ്ടായത് കാരണം ബോധം നഷ്ടപ്പെടില്ലല്ലോ. ഇത് ഉള്ളിൽ എന്തോ വിഷാംശം ചെന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് കാലിലെ മുറിവിലൂടെ ആകും ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാ കുപ്പിച്ചില് കാല് കൊണ്ട്? അതൊരു മരുന്ന് കുപ്പി നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അത് വൃത്തിയാക്കുന്നതിനിടയിലാ കാലിൽ ചില്ല് തറച്ചത്. കുപ്പിയിൽ മരുന്നുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ വിഷം അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിലെ വിഷം കാരണമാ ദേവിക്ക് ബോധം നഷ്ടപ്പെട്ടത്. വിഷം? അല്ല, ആ മരുന്നിൽ എങ്ങനെ വിഷം കലരും? അല്ല ഡോക്ടർ, പേടിക്കാൻ എന്തെങ്കിലും? നിങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ദേവിക്ക് അപകട സാധ്യത ഇല്ലാതായി. ഇനി ഭയപ്പെടാനൊന്നുമില്ല. ഋഷി, ചേച്ചി. ഹേ ദേവിക, ആർ യു ഓക്കേ? ഞാനത് എവിടെയാണ്? എന്റെ കാലൊരു കുപ്പിച്ചില് തറച്ചതല്ലേ, പിന്നെങ്ങനെ എനിക്ക് ബോധം നഷ്ടമായി? അതൊക്കെ വിശദമായിട്ട് പറയാൻ ചേച്ചി. കാലിലെ മുറിവിന്റെ അസ്വസ്ഥത അല്ലാതെ ദേവിക്ക് മറ്റു പ്രയാസങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഒന്നുമില്ല. എല്ലാം ശരിയായിക്കോളും. മുറിവ് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നനവ് തട്ടാതെ സൂക്ഷിക്കണം. നനവ് പറ്റിയ വെള്ളത്തിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കാൻ ഡോക്ടർ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വരൂ. എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ആരാ മരുന്ന് കുപ്പിയിലെ വിഷം ചേർത്തത്? എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ വീട്ടില് നമ്മൾ ആരും സുരക്ഷിതരല്ല, അതല്ലേ എന്റെ അർത്ഥം? ശരിക്കും നമുക്കല്ല സുരക്ഷയില്ലാത്തത്. സുരക്ഷയില്ലാത്തത് കുട്ടനാണ്. കുട്ടന്റെ ജീവന അപകടത്തിലുള്ളത്. ഇപ്പൊ ഈ വിഷം ചേർത്തത് സ്വാമിയച്ഛൻ കുട്ടന് കഴിക്കാൻ നൽകിയ മരുന്നിൽ തന്നെയാ. സ്വാമിയച്ഛൻ നൽകിയ ആ മരുന്നില് ആരാ വിഷം ചേർത്തത്? നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിരുന്ന മരുന്നില് എങ്ങനെ വിഷം കലർത്തി? നമ്മളറിയാതെ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചിരുന്നു? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ശത്രു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വീട്ടിൽ ആരാ ശത്രു? അതെനിക്കറിയില്ല. പക്ഷെ പുറത്തു നിന്ന് ആരും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ വരാറില്ലല്ലോ. ആ സ്ഥിതിക്ക് പുറത്തുള്ളവരെങ്ങനെ സംശയിക്കും? എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തായാലും ഉടനെ കണ്ടെത്തണം. ശത്രുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ആത്മസംയമനത്തോടെ വേണം നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇമോഷണലായി കൈകാര്യം ചെയ്യാൻ പാടില്ല. ഏതായാലും കുട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുട്ടനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാം, നമ്മുടെ നീക്കങ്ങൾ ഒരിക്കലും നമ്മുടെ ശത്രുക്കൾ അറിയാൻ പാടില്ല. ഏതായാലും ശത്രുക്കളുടെ നിരന്തര നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരു സൂചനയും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന വിധത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നമ്മുടെ അന്വേഷണത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ കാര്യങ്ങൾ കൂടുതൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്കാവും. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. കുട്ടനെ നമുക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ദൈവം നമുക്ക് അന്വേഷണത്തിന്റെ വഴികൾ ഓരോന്നായി തുറന്നു തരും. ഞങ്ങൾ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. കണ്ടുപിടിക്കാൻ ചേച്ചി. സിദ്ധുവേട്ടന്റെ ശത്രുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താം. അമ്മ, എന്താ മോളെ, എന്താ പറ്റിയത് മോളെ? എന്താടി? അയ്യോ അയ്യോ, ഇത് എങ്ങനെയാ പറ്റിയേ? അതമ്മ ചെറിയൊരു കുപ്പിച്ചില്ല കൊണ്ടതാ. അതെങ്ങനെയാ കുപ്പിച്ചിൽ കൊണ്ടത്? അതൊക്കെ പറയാം. അമ്മ സമാധാനപ്പെട്. ഇവിടെ ഇങ്ങനെ കാണുമ്പോ വല്ലാതെ വെപ്രാളെടുക്കുക. അമ്മേ, എന്തിനാ വേവലാതിപ്പെടുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനന്ന് ആശുപത്രിയിലായെന്ന് കരുതി ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നിനക്കത് പറയാം, പക്ഷേ നിനക്ക് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാ എനിക്ക് അവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറിഞ്ഞ ഉടനെ ഓടി ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ മനസ്സില്ലെങ്കിലും എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാനതൊന്നും പറയുന്നില്ല. അതാ നല്ലത്. ഇതൊരു ഹോസ്പിറ്റലാമേ. മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല അമ്മേ. ഏതായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക്. അമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ആ പേടിയൊന്നും എനിക്കില്ല അമ്മേ. അമ്മ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നൊന്നും ഒരാപത്തും എനിക്കുണ്ടാവില്ല. അല്ലെങ്കിലും നീ എല്ലാവരെയും കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുമല്ലോ. അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങളാരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. സിദ്ധുവേട്ടനും അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും സിദ്ധുവേട്ടൻ്റെ പഴയ ഓർമ്മ തിരിച്ചു വരട്ടെ. അതുവരെ അമ്മ ഒന്ന് ക്ഷമിക്കണം. സിദ്ധുവേട്ടൻ്റെ അസുഖം മാറി ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ സിദ്ധുവേട്ടന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയാലോ. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട ചേച്ചി, ഞാൻ നോക്കിക്കോളാം. എന്റെ ശ്രദ്ധ എപ്പോഴും ചേച്ചിയിലുണ്ടാവും. ദേവി, ഞാനിപ്പോൾ ഒരുപാട് വിഷമങ്ങളിലും ചിന്താക്കുഴപ്പത്തിലോ. തെറ്റേത്, ശരിയേത്, നന്മയേത്, തിന്മയേത്, ആരാ നല്ലവര് അല്ലാത്തവര് എന്നൊന്നും അറിയാത്തൊരു മാനസിക നിലയിലാണ്. അവിടെ നിന്റെ ഈ അവസ്ഥ അറിയണം, എന്നിട്ട് എന്നെ നേരായ മാർഗത്തിലൂടെ നടത്തണം. എന്റെ ഭർത്താവിന്റെ കാര്യം ആലോചിച്ച എനിക്കേറെ ആദി. അദ്ദേഹത്തിന് ചുറ്റിന് ശത്രുക്കളുണ്ട്. അവരാരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരാരായിരുന്നാലും ആ ശത്രുക്കളിൽ നിന്നും എന്റെ കുട്ടനെ ഭഗവതി കാത്തു രക്ഷിക്കണം. മനസ്സ് അസ്വസ്ഥമാണല്ലേ? ഉള്ളു നിറയെ സംശയങ്ങളാണ്. ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ചഞ്ചല ചിത്തയാണ് ഇപ്പോൾ, ശരിയല്ലേ? അതെ സ്വാമി, സ്വാമിജി പറഞ്ഞത് വളരെയധികം ശരിയാ. മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഇവിടെ വന്നത്, അല്ലേ? സത്യമാണ്. ഭർത്താവിനെ കുറിച്ചാണ് ആദി. അതെ സ്വാമി, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എന്റെ ഉത്കണ്ഠ മുഴുവൻ. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് സ്വാമിജി. പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രു ആരാണെന്നോ ആരിൽ നിന്നാണ് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രോഗം, ഒരപകടത്തില് ഓർമ്മയ്ക്ക് തകരാറ് സംഭവിച്ച മനുഷ്യന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവണം. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരികെ കിട്ടണം. അപകടത്തിന് മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു അതുപോലെ അദ്ദേഹത്തെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഒരു വലിയ രഹസ്യം
എനിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ഇതെല്ലാം എങ്ങനെ സാധിക്കും സ്വാമിജി? എനിക്കൊന്നും അറിയില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല മകളെ. കുട്ടി ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. പക്ഷെ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ മകൾ ഒരു നേർച്ച നടത്തണം. ആ നേർച്ച വളരെ അപൂർവമായി മാത്രമേ ആരെങ്കിലും നടത്താറുള്ളൂ. അത്രയ്ക്ക് കഷ്ടതയേറിയ നേർച്ചയാണത്. പക്ഷെ ആ നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈശ്വരപ്രീതി ഉണ്ടാകും. ആഗ്രഹിക്കുന്നത് മുഴുവൻ സാധ്യമാക്കി തരും. എന്ത് നേർച്ചയാണത്? ആ നേർച്ച നടത്താൻ ഞാൻ തയ്യാറാണ്. ഞാനത് ചെയ്യാം സ്വാമിജി. ഞാൻ പറഞ്ഞല്ലോ, അതികഠിനമാണ് ആ നേർച്ച. എത്ര കഠിനമായാലും എന്റെ ഭർത്താവിന് വേണ്ടി ഞാനത് ചെയ്യും. സ്വാമിജി നേർച്ച എന്താണെന്ന് പറഞ്ഞു തരണം. പറയാം. ആദ്യം തന്നെ നേർച്ച നടത്തുന്ന ആൾ ഉപവാസം അനുഷ്ഠിക്കണം. ഒരു പകൽ മുഴുവൻ ഉപവസിക്കണം. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടിലിഴഞ്ഞുകൊണ്ട് 108 തവണ ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കണം. ഇപ്പം മനസ്സിലായല്ലോ ഈ നേർച്ച എത്ര പ്രയാസകരമാണെന്ന്. അതൊന്നും സാരല്ല സ്വാമിജി. ഞാൻ ഈ നേർച്ച പൂർത്തിയാക്കിയിരിക്കും.